യെസ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരും. സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 40 സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ വീണ്ടും പുനരാരംഭിക്കും. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഷീദ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും അത് അത്രത്തോളം എളുപ്പമുള്ള ഒരു പ്രോസസ് ആയിരുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലൂടെയും സംവാദങ്ങളിലെയൊക്കെ കടന്നുപോയിട്ട് വേണം ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കാൻ. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അറ്റ്ലീസ്റ്റ് ഒരു 40 പേരുടെയെങ്കിലും പട്ടിക പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കണം റഷീദ്? ഗുഡ് മോർണിംഗ് ജിൽസി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ഇന്നും ഡൽഹിയിൽ ചേരുകയാണ്. ഇതിനുശേഷമായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി 31 പേരുടെ പട്ടികക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ഒറ്റ പേരുകളിലേക്ക് എത്തിയിട്ടുള്ള 9-ലധികം മണ്ഡലങ്ങളുണ്ട്. ഇവ കൂടി കണക്കിലെടുത്താൽ ഇന്ന് 40 മുതൽ 50 പേരുടെ പേരുകൾ അടങ്ങുന്ന ആദ്യഘട്ട പട്ടികയായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ്. ഇന്ന് VD സതീശൻ, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുകയാണ്. കൂടുതൽ സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകൾ ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സജീവമായി ഇന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും നിരവധി ഘടകങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിനെ വലക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 31 പേരുകൾക്ക് പുറമെ മറ്റു ചില പേരുകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ആറന്മുളയിൽ അബിൻ വർക്കിയാണ് പരിഗണിക്കുന്നത്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, കോഴിക്കോട് നോർത്ത് K ജയന്ത്, ഏലത്തൂർ വിദ്യാ ബാലകൃഷ്ണൻ, പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല, കയ്പമംഗലം TN നാസർ, കാഞ്ഞങ്ങാട് ഹരീഷ് P നായർ, അതോടൊപ്പം കോങ്ങാട് PA തുളസി എന്നിവരെയാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റു പേരുകളിലേക്ക് കൂടി ഒറ്റ പേരുകളിലേക്ക് എത്തിയിട്ടുള്ള മണ്ഡലങ്ങളിൽ കൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം ഈ തൃപ്പൂണിത്തറയിലും പാലക്കാട് എന്നീ 2 മണ്ഡലങ്ങളിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലക്കാട് രമേശ് പിഷാരടിയെ തന്നെ അംഗീകരിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരുമ്പോഴായിരിക്കും അത്തരം കാര്യങ്ങളൊരു വ്യക്തത വരിക. എന്തായാലും നിലവിൽ ഇന്ന് 40 മുതൽ 50 വരെ പേരുടെ ആദ്യ പട്ടിക പുറത്തിറങ്ങും. അതേസമയം തന്നെ രണ്ടാം ഘട്ട പട്ടികക്കായിട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ഇന്ന് ചേരും. ഘട്ടം ഘട്ടമായി തന്നെ എല്ലാ നേതാക്കളും കേന്ദ്ര നേതൃത്വത്തെയും ഇന്ന് കാണും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചില അഭിപ്രായ ഭിന്നതകളൊക്കെ നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം കൃത്യമായും അത് പരിഗണിക്കുകയും ചെയ്യും. ഒപ്പം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും ഇന്ന് ചേരുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയും അധ്യക്ഷൻ മധുസൂദൻ മിശ്രയുടെ നേതൃത്വത്തിൽ മറ്റു നേതാക്കൾ, അതായത് VD സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ തേടുന്ന യോഗം കൂടി ഇന്ന് ചേരും. അങ്ങനെ നിർണായകമായിട്ടുള്ള എല്ലാ യോഗങ്ങളും കൂടി ചേരുകയാണ്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് K സുധാകരന്റെ ഒരു സമ്മർദ്ദം ചെലുത്തൽ കൂടിയാണ്. ഇതും കൃത്യമായിട്ടുള്ള ഒരു ചർച്ചകൾ ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. K സുധാകരന് അവസരം നൽകുകയാണെങ്കിൽ അടൂർ പ്രകാശ് അടക്കമുള്ള മറ്റു നേതാക്കൾ കൂടി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നത് നേതൃത്വത്തിന് വലിയ തലവേദനയായി തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെ K സുധാകരനോട് ഇന്ന് ഡൽഹിയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിലും ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ചില സാമുദായിക മേഖലയിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയുന്നതടക്കമുള്ള ചില അഭിപ്രായങ്ങൾ കൂടി വിവിധ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് 40 മുതൽ 50 വരെ ആളുകളുടെ, അതായത് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയെ വേഗത്തിലാക്കിക്കൊണ്ട് പ്രചാരണം വേഗത്തിലാക്കാനുള്ള നീക്കം തന്നെയായിരിക്കും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടാവുന്നത്.